ഹായ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എങ്ങനെ ഒരു ഇൻ്റർവ്യൂ പാസ്സാകാം, അല്ലെങ്കിൽ ജോബ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിനെന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. സ്ലൈഡ് കാണാവോ എല്ലാവർക്കും? നമ്മളിതൊരു ഫ്രീ സെഷനാണ്. നമ്മൾക്ക് എല്ലാ സാറ്റർഡേയും ഫ്രീ സെഷൻസ് ഉണ്ടാവുന്നതാണ്. 8 മണി മുതൽ 9:30 വരെയാണ് നമ്മുടെ സമയം. പക്ഷേ ഇന്ന് നമുക്ക് 8:30 തുടങ്ങേണ്ടി വന്നു. മറ്റൊരു ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ 8:30 തുടങ്ങിയത്. സാധാരണ രീതിയിൽ നമ്മൾ 8 മണി മുതൽ 9:30 വരെയാണ് നമ്മുടെ ഫ്രീ സെഷൻസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഈ ഫ്രീ സെഷൻസിൽ വിവിധ വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾക്ക് ഇന്റർവ്യൂ എങ്ങനെ ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇന്ന് നാളെ അടുത്ത സാറ്റർഡേ പുതിയ വിഷയമായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആൻഡ് സ്കിൽസ്. ഇന്നത്തെ സബ്ജക്ട് ഇതാണ്. ഇന്റർവ്യൂ പ്രിപ്പറേഷനും അതിന് വേണ്ട സ്കിൽസും എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതിനുമുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സാജൻ കൃഷ്ണൻകുട്ടി. ഞാൻ ബേസിക്കലി ഒരു എഡ്യൂക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്, കരിയർ അനലിസ്റ്റ് ആണ്, കരിയർ കൗൺസിലർ ആണ്, ന്യൂറോ സൈക്കോളജിക്കൽ ട്രെയിനർ ആണ്, ബിസിനസ് കൺസൾട്ടന്റ് ആണ്. അതെൻ്റെ കരിയർ അച്ചീവ്മെന്റ്സ് ആണ്. അതുകൂടാതെ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നാണ് എൻ്റെ 18ാമത്തെ വയസ്സിൽ. അത് കഴിഞ്ഞ് വിവിധ കോർപ്പറേറ്റ് കമ്പനികളിൽ ഞാൻ വർക്ക് ചെയ്യും. പിന്നീട് എഡ്യൂക്കേഷൻ രംഗത്തും കൗൺസിലിംഗ് രംഗത്തും പ്രവർത്തിച്ചു വരുന്നു. നമുക്ക് മുന്നിലേക്ക് പോകാം. നമ്മൾക്ക് എന്തിനാണ് ഒരു ജോലി വേണ്ടത്? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. എന്താണ് ജോലിയുടെ ആവശ്യം? നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ പല ആൻസറുകളും വന്നിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ ഡിസ്കഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ സെഷൻ നമ്മൾ വിചാരിച്ച സമയത്ത് തീർക്കാൻ പറ്റുകയില്ല. ഇതൊരു ഇന്റർവ്യൂ ട്രെയിനിങ് എന്നുള്ള ഒരു പ്രോഗ്രാം ശരിക്കും ഒരു 1 month പ്രോഗ്രാമാണ്. അത് നമ്മൾ 1.5-2 മണിക്കൂർ കൊണ്ട് നമ്മൾ തീർക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഡിസ്കഷൻ വേയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് സമയപരിധി നമ്മൾക്ക് അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറയുകയാണ്, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവസാനത്തെ കുറച്ച് സമയം ഈ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, തൊഴിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എപ്പോഴും ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളൊരു തൊഴിൽ അന്വേഷിക്കുന്നത്. രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ്, സ്വന്തം കാലിൽ നിൽക്കുക. സ്വന്തം കാലിൽ ഇപ്പൊ നമ്മൾ മറ്റുള്ളവരിപ്പോ സാധാരണ രീതിയിൽ ഒരു 18-20 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവരുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾക്ക് സ്വന്തമായിട്ടൊരു തൊഴിലുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. രണ്ടാമത്തെ റീസൺ ഇതാണ്. നമ്മളൊരു തൊഴിൽ അന്വേഷിക്കുന്നതിന്റെ റീസൺ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, രണ്ടാമത് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുക. കരിയർ ഡെവലപ്മെന്റ്, നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും നമ്മളുടെ ഡെവലപ്മെന്റും ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്കൊരു കരിയർ ഡെവലപ്മെന്റ് ഉണ്ടാകാനായിട്ടാണ് നമ്മൾ തൊഴിൽ അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാനൊന്ന് റിഫ്രഷ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോഷ്യൽ കണക്ഷൻ. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. ഇപ്പൊ തൊഴിലും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് എപ്പോഴും പൊതുവായി പലരുമായി ബന്ധപ്പെടാനും സോഷ്യലി പല കണക്ഷൻസ് ഉണ്ടാക്കാനും, നമ്മൾ സോഷ്യലി എന്ന് പറഞ്ഞാൽ നമ്മൾ സാമൂഹികമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ തൊഴിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു പർപ്പസ്, പലപ്പോഴും നമ്മൾക്ക് പല എയിം ഉണ്ടാവും. നമ്മൾക്ക് സെൻസ് ഓഫ് പർപ്പസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ, നമ്മൾ ചെറുതായിരുന്നപ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലൊരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ഇന്ന കരിയർ എടുക്കണം എന്നുള്ള ആഗ്രഹം. അപ്പൊ ഒരു പർപ്പസിന് വേണ്ടി ആളുകൾ തൊഴിൽ അന്വേഷിക്കാറുണ്ട്. അപ്പൊ ആ പർപ്പസിന് വേണ്ടി പലരും തൊഴിൽ അന്വേഷിക്കുമ്പോഴും ആ തൊഴിൽ ജോയിൻ ചെയ്യുമ്പോഴും അവിടെ സാമ്പത്തികം അവർക്കൊരു പ്രശ്നമാവുന്നില്ല. അവരുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. എൻ്റെ കൂട്ടത്തില് പഠിച്ച എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ക്ലാസ്സില് പുള്ളി ബുക്ക് ഇങ്ങനെ ചരിച്ചു പിടിച്ചിട്ട് അതിൽ ഈ ബസ് കണ്ടക്ടർ ചെയ്യുന്ന പോലെയൊക്കെ ആക്ഷൻസ് ഒക്കെ കാണിച്ചിട്ട് പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബസ് കണ്ടക്ടർ ആകുന്നത്. എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലം മുതൽ ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ പുള്ളിയുടെ ആഗ്രഹം മനസ്സിൽ കയറി എനിക്ക് ബസ് കണ്ടക്ടർ ആകാന്നുള്ളതാണ്. അയാൾ അതുപോലെ തന്നെ ബസ് കണ്ടക്ടർ ആവുകയും ചെയ്തു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തൊഴിലാണ്, ഞാൻ എൻജോയ് ചെയ്യുന്നത്. അപ്പോ ഈ സെൻസ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ പോവുക. അവിടെ സാമ്പത്തികമല്ല പ്രശ്നം.
അവരുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും പലർക്കും ഇഷ്ടമുള്ള മേഖല. ചിലർ സ്പോർട്സ് തിരഞ്ഞെടുക്കാറുണ്ട്, ചിലര് അവർക്ക് ഇഷ്ടമുള്ള ഇപ്പൊ എല്ലാവർക്കും ഡോക്ടർ എഞ്ചിനീയറും ആകാൻ പറ്റില്ലല്ലോ. അപ്പൊ ചിലര് അവർക്ക് ഇഷ്ടമുള്ള മേഖലയായിരിക്കും അവർ തിരഞ്ഞെടുക്കുക. അത് ചെറിയ ജോലിയോ വലിയ ജോലിയോ എന്നുള്ളതല്ല, അവർക്ക് മാനസികമായിട്ട് സന്തോഷം തരുന്ന ജോലി. നമ്മൾക്ക് ഓൾ ടുഗദർ വി ആർ ഹ്യൂമൻ ബീയിങ്സ്. അപ്പൊ നമ്മൾക്ക് ഏറ്റവും വേണ്ടത് സന്തോഷമാണ്. പൈസയെക്കാളും കൂടുതൽ വേണ്ടത് സന്തോഷമാണ്. പൈസയും വേണം. മണി ഈസ് നോട്ട് എവറിത്തിങ്, മണി ഈസ് ഓൺലി സംതിങ്. മണി ഈസ് സംതിങ് ബട്ട് നോട്ട് എവറിത്തിങ്. പൈസ ഒരു കാര്യമാണ്, പക്ഷെ പൈസയാണ് എല്ലാം നമുക്ക് പറയാനും പറ്റില്ല. ഓക്കെ, അടുത്തത് നമ്മൾ ഈ സൊസൈറ്റിക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് ജോലി ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ. അപ്പൊ നമ്മൾക്ക് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യണമെങ്കിൽ നമ്മൾക്കൊരു തൊഴിൽ ആവശ്യമാണ്. പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സ്. പലപ്പോഴും തൊഴിൽ ദാതാക്കൾ എന്ന് പറഞ്ഞാൽ എംപ്ലോയേഴ്സ് നമ്മൾക്ക് ഹെൽത്ത് ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരാറുണ്ട്. ഇപ്പൊ വലിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാനായിട്ട് പൈസ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് നല്ലൊരു തൊഴിലുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നതാണ്. പിന്നെ പലപ്പോഴും ഫിനാൻഷ്യൽ ഗോൾസ്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, എനിക്ക് വീട് വെക്കണം, വണ്ടി മേടിക്കണം, എനിക്ക് BMW മേടിക്കണം, അല്ലെങ്കിൽ എനിക്ക് ബെൻസ് മേടിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഹാർലി ഡേവിഡ്സന്റെ ബൈക്ക് മേടിക്കണം. ഇതൊരു ഫിനാൻഷ്യൽ ഗോളാണ്. അപ്പൊ നമുക്ക് തൊഴിലില്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫിനാൻഷ്യൽ ഗോൾ വെക്കുവാണ്, എനിക്കൊരു BMW ബൈക്ക് മേടിക്കണം, അല്ലെങ്കിൽ എനിക്ക് BMW ഒരു കാർ മേടിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം മേടിക്കണം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി എനിക്കൊരു വീട് വെക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ഫാം ഹൗസ് ഉണ്ടാക്കണം. അപ്പൊ ഇങ്ങനത്തെ പല ഗോൾസും പലരും സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് ജോബ് ആവശ്യമുണ്ട്. പിന്നെ ഒരു സ്ട്രക്ചർ ആൻഡ് റൂട്ടീൻ. നമ്മൾ ജോബ് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു റൂട്ടീൻ ഉണ്ടാവുന്നു, നമ്മൾക്കൊരു ജീവിത രീതി, ജീവിത ശൈലി നമ്മളവിടെ രൂപപ്പെടുത്തി വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് ജോബ് എപ്പോഴും ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ. ഇപ്പൊ നമുക്ക് ജോബൊന്നും ഇല്ലെങ്കിൽ എന്ത് പറ്റും? രാവിലെ 10 മണി 11 മണി വരെയൊക്കെ നമ്മൾ കിടന്നുറങ്ങും. രാത്രി ചിലപ്പോൾ 7 മണിക്ക് കിടന്നുറങ്ങാം, 11 മണിക്ക് കിടന്നുറങ്ങാം, 12 മണിക്ക് കിടന്നുറങ്ങാം, ചിലപ്പോൾ ഉറങ്ങാതിരിക്കാം. അപ്പോൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു സ്ട്രക്ചറും റൂട്ടീനും ഉണ്ടാകുന്നത് എപ്പോഴും നമ്മളൊരു ജോബും അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റും ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. പിന്നെ പേഴ്സണൽ ഗ്രോത്ത്, നമ്മളുടെ സ്വന്തം വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വളരുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ജീവിത സാഹചര്യങ്ങൾ, പലരും പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ജോബിലേക്ക് പോയാൽ മാത്രമേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് ഒരു ജോബിന്റെ ആവശ്യകത എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ജോബിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വൈ പീപ്പിൾ ആർ നോട്ട് ഗെറ്റിംഗ് ജോബ്? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു മെസ്സേജ് ഇടാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ആളുകൾക്ക് ജോലി കിട്ടാത്തതിന്റെ കാരണം? If anybody wants to speak, you can speak. You can unmute and speak. വേണമെങ്കിൽ എന്നോട് സംസാരിക്കാം. എന്തെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വൈ പീപ്പിൾ ആർ നോട്ട് ഗെറ്റിംഗ് ജോബ്? ഓക്കെ, ഞാൻ തന്നെ പറയാം. ആദ്യത്തെ റീസൺ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് റീസൺ ആണോ എന്ന് വിചാരിക്കും. ജോബ് കിട്ടാത്തതിന്റെ ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ജോബ് അന്വേഷിക്കാത്തതാണ്. പിന്നെയാണ് മറ്റു കാര്യങ്ങൾ വരുന്നത്. ആദ്യത്തെ റീസൺ ജോബ് അന്വേഷിക്കാത്തതുകൊണ്ടാണ്. ജോബ് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, വിദേശത്തുണ്ട്, എല്ലായിടത്തും. പക്ഷെ ജോബ് നമ്മൾ അന്വേഷിച്ച് നമ്മുടെ പ്രൊഫൈലിന് പറ്റിയ ജോബിലേക്ക് നമ്മൾ പലപ്പോഴും എത്തിപ്പെടാറില്ല. അതാണ് സത്യം. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം വേണ്ടത്? ജോബ് സെർച്ച് ചെയ്യുക. നമ്മുടെ കാലിബർ, നമ്മളുടെ പ്രൊഫൈൽ, നമ്മൾ എന്താണോ, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ വിദ്യാഭ്യാസമാണോ നേടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാനുള്ള കഴിവുകളുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ സ്കിൽ എന്താണ്, ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്കില്ലുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ജോബ് നമ്മൾ അന്വേഷിക്കണം. ഈ അന്വേഷണമാണ് പലർക്കും ഇല്ലാത്തത്. അപ്പോൾ ഫസ്റ്റ് ജോബ് കിട്ടാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പീപ്പിൾ ആർ നോട്ട് സെർച്ചിങ് ദ ജോബ്. ആരും ജോബ് അന്വേഷിക്കുന്നില്ല. അതൊരു റീസണാണ്. രണ്ടാമത്തെ ഒരു റീസൺ ഇൻഅഡിക്വേറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പല ജോലിക്കും നമ്മുടെ ക്വാളിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് വരുന്നില്ല. അപ്പോ സ്കില്ലും ക്വാളിഫിക്കേഷനും പലപ്പോഴും നമുക്ക് വരുന്നില്ല. രണ്ടാമത്തെ മൂന്നാമത്തെ പോയിന്റ് അത് തന്നെയാണ്.
ക്വാളിഫിക്കേഷൻ, സ്കില്ല്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ അറൈസ് ചെയ്യുന്നുണ്ട്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കിൽ? ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അക്കാഡമിക് നേടുന്ന കാര്യങ്ങളാണ് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്തു തീർക്കാനുള്ള കഴിവിനെയാണ് സ്കിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഡിഗ്രി പാസ്സായ ഒരാൾക്ക് ഇന്റർപേഴ്സണൽ സ്കിൽസ് കൊണ്ട് നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതൊരു പ്രത്യേക സ്കില്ലാണ്. കാരണം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെ മാനേജ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലെ സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇന്റർപേഴ്സണൽ സ്കില്ല് ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നവരായിരിക്കും മാനേജർ പൊസിഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ നേടുന്ന നമ്മളുടെ +2 ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, PG ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾക്ക് ഒരു ജോബ് അന്വേഷിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ജോബിന് ഇന്റർവ്യൂവിന് പോകാനുള്ള ഗേറ്റ് പാസുകൾ മാത്രമാണ്. പറഞ്ഞാൽ അവിടേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു പാസ് മാത്രമാണ് നമ്മുടെ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ്. പക്ഷേ നമ്മൾക്ക് ആ ജോബിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് സെയിൽസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ആ ഒരു സെയിൽസ് നമുക്ക് ജോലി കിട്ടുള്ളൂ. ഓഫീസ് ജോലികൾ നോക്കുന്ന ഒരാൾക്കാണെങ്കിൽ ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻഅഡിക്വേറ്റ് ക്വാളിഫിക്കേഷൻ ആൻഡ് ഇൻഅഡിക്വേറ്റ് സ്കിൽസ് ആണ് നമ്മൾക്കൊരു ജോബിലേക്ക് എത്താനായിട്ട് നമ്മൾക്ക് പലപ്പോഴും ജോലി കിട്ടാത്തതിൻ്റെതായിട്ടുള്ള കാരണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഎഫിഷ്യന്റ് ക്ലിയർ ഇന്റർവ്യൂസ്. പലപ്പോഴും ഇന്റർവ്യൂ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. അതൊരു ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, ഒരു പരിചയമില്ലാത്ത ഒരാള് ഏതെങ്കിലും ഒരു കമ്പനി, ആ കമ്പനിക്ക് ഇതുവരെ കാണാത്ത ഒരാളാണ്, ആ കമ്പനിയിൽ ഒരു ജോലിക്ക് പോകുമ്പോൾ 15-20 മിനിറ്റോ നീളുന്ന ഒരു കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിൽ അയാൾക്ക് എന്തെല്ലാം സ്കില്ലുണ്ടാകണം, അല്ലെങ്കിൽ അയാൾക്ക് എന്തൊക്കെ സ്കില്ലുണ്ട്, അയാൾ ഈ കമ്പനിക്ക് വർത്താണോ, അല്ലെങ്കിൽ അയാളെ നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി ഡെവലപ്പ് ആവുമോ എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു രീതി, അതിനാണ് ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർവ്യൂവിന് നമുക്ക് ശരിക്കും വരുന്നത് എന്താണ്? 15-20 മിനിറ്റ് സമയമാണ്. ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ 15 മിനിറ്റ് സമയമാണ് കിട്ടുന്നത്. ഈ 15 മിനിറ്റിനുള്ളിൽ നമ്മൾ അവരോട് നമ്മൾക്കുള്ള സ്കില്ലും നമ്മൾക്ക് ഈ കമ്പനിയിൽ നമ്മളെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ടൈപ്പ് ഗുണങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് സമയം വളരെ കുറവാണ്. ചിലപ്പോൾ 10 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്, ചിലപ്പോൾ 5 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ 15 മിനിറ്റ് ആയിരിക്കും. ഈ 15 മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മൾ എന്താണോ അത് നമ്മുടെ എംപ്ലോയറിനെ പറഞ്ഞ് മനസ്സിലാക്കുക. എംപ്ലോയറിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്, ഈ 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ അവർക്ക് വേണ്ട വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ അവർക്ക് എടുക്കുകയും വേണം. ഇതാണ് ഒരു ഇന്റർവ്യൂ പ്രോസസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇൻഎഫിഷ്യന്റ് ക്ലിയർ ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, ചിലപ്പോൾ അവന് സ്കില്ലും ഉണ്ടാവും. പക്ഷെ ഇത് എഫക്റ്റീവ്ലി നമ്മുടെ എംപ്ലോയറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവർക്ക് പലപ്പോഴും പറ്റിയെന്ന് വരില്ല. അവിടെയാണ് നമ്മളൊരു ഇന്റർവ്യൂ ട്രെയിനിങ്ങിന്റെ ഒരു സാധ്യത അവിടെ വരുന്നത്. ഇപ്പൊ നമ്മൾ ഏത് ഫീൽഡിലായിക്കോട്ടെ, ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെ ഏത് ഫീൽഡിൽ നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ BA കഴിഞ്ഞിട്ട് അല്ലെ BCom കഴിഞ്ഞിട്ട് അക്കൗണ്ട്സ് പഠിക്കുന്ന ആളായിരിക്കാം. പക്ഷെ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് 50% താഴെ ആയിരിക്കും വരുന്നത്. ഒരു 40% മാത്രമേ നമ്മുടെ കൺസേൺഡ് ആയിട്ടുള്ള ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. ബാക്കിയുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. നമ്മളുടെ സ്വഭാവം, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ കോൺഫിഡൻസ്, നമ്മളുടെ ഗ്രൂമിങ്, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ള സ്കില്ലുകൾ, ഇതൊക്കെ അസസ് ചെയ്യാനായിട്ടായിരിക്കും ബാക്കി 60% അവർ ഉപയോഗിക്കാം. അപ്പോ ഇൻഎഫിഷ്യന്റ് ക്ലിയർ ഇന്റർവ്യൂസ് പലപ്പോഴും ജോലി കിട്ടാത്തതിന്റെ കാരണം പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ 3-4 റീസൺസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഗ്രൂമിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ
ഓരോ പൊസിഷനും അനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് വേണം ധരിച്ചു പോകാനായിട്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, സാധാരണ രീതിയിൽ ഒരു എക്സിക്യൂട്ടീവ് ജോലിക്ക് പോകുന്ന ഒരാള് ഒരേ കളറിലുള്ള പാൻറ്റും ഒരേ കളറിലുള്ള ബെൽറ്റും ഇട്ടിട്ട് പോയില്ലെങ്കിൽ, അത് ഗ്രൂമിങ് കറക്റ്റ് ആയിട്ടല്ല. കാരണം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്, ബ്ലാക്ക് പാന്റ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്, ബ്ലാക്ക് ഷൂ ആയിരിക്കും ഇട്ടിരിക്കുന്നത്, പക്ഷെ ബ്രൗൺ ബെൽറ്റ് ആയിരിക്കും. ഇത് തമ്മിൽ ഒരിക്കലും മാച്ച് ചെയ്യുന്നില്ല. ഇവിടെയാണ് ഗ്രൂമിങ്ങിന്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാല്, പലരും ഷേവ് ചെയ്തിട്ടുണ്ടാവില്ല, ഹെയർ കട്ട് പ്രോപ്പർ ആയിരിക്കില്ല, അല്ലെങ്കിൽ ആ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല ഒരിക്കലും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രീതി ആണ് പലപ്പോഴും നമുക്ക് ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് പലപ്പോഴും. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നമ്മൾ എങ്ങനെ ഗ്രൂം ചെയ്തിരിക്കുന്നു, നമ്മുടെ ഡ്രസ്സിങ് എങ്ങനെയാണ്, നമ്മൾ കറക്റ്റായിട്ട് ഹെയർ കട്ട് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഇന്റർവ്യൂസിൽ നോക്കാറുണ്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രൂമിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എങ്ങനെ ഗ്രൂം ചെയ്യണം എന്നുള്ളത് നമ്മൾ പിന്നീടുള്ള സെഷൻസിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാനുള്ള ചില ടെക്നിക്കുകൾ നമ്മൾ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഒരാള് അല്ലെങ്കിൽ പരസ്പരം രണ്ടുപേര് സംസാരിക്കുമ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ, ചില കൊടുക്കൽ വാങ്ങലുകളെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നു, മറ്റുള്ളത് വാങ്ങുന്നു, തിരിച്ചിയാൾ പറയുന്നു, മറ്റൊരാൾ അത് കേൾക്കുന്നു. ഈ ഒരു എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകും. ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വളരെ സാധ്യത എന്ന് പറഞ്ഞാൽ വളരെയധികം സാധ്യതയുണ്ട്. എല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്വാളിഫിക്കേഷൻ വേണം, നമുക്ക് സ്കില്ല് വേണം, നമ്മൾ ജോബ് നോക്കണം, നമ്മൾ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഗ്രൂമിങ് കറക്റ്റ് ആയിരിക്കണം, പറഞ്ഞാൽ നമ്മൾ നല്ല ഡ്രസ്സ് ഇടണം, നമ്മൾ നല്ല രീതിയിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നല്ല ഡ്രസ്സുകൾ ധരിച്ച്, ആപ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ച് പോകണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മൾ അവിടെ പോയിരുന്ന് സംസാരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റീവായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഈ സ്ലൈഡിലേക്ക് നമുക്ക് പിന്നീട് വരാം, കാരണം ഇത് കുറച്ചധികം പറയേണ്ടതാണ്. എങ്ങനെയാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെയാണ് നമ്മൾ വരും ക്ലാസ്സുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. നമ്മൾ ഇതിനെപ്പറ്റി കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ടുള്ള ഒരു ഫ്രീ ക്ലാസ് നമ്മൾ വരും സാറ്റർഡേകളിൽ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യാം. ഏതൊക്കെ ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ എന്നൊക്കെയുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ നമുക്കിത് ഈ സ്ലൈഡ് തൽക്കാലത്തേക്ക് ഞാൻ അടുത്ത സെഷനിലേക്ക് മാറ്റുകയാണ്. കോൺഫിഡൻസ് ലെവൽ. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പലപ്പോഴും എപ്പോഴും നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി വേണം പ്രവർത്തിക്കാൻ. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഇന്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആത്മവിശ്വാസത്തോട് പറഞ്ഞില്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ഒരു വിശ്വാസം, ട്രസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോ നമ്മളോട് പലപ്പോഴും ഇന്റർവ്യൂ ചെന്ന് കഴിയുമ്പോൾ അവർ ചോദിക്കുകയാണ്, വിൽ യു ബി ഏബിൾ ടു ഡു ദിസ് ജോബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് പലപ്പോഴും ചോദിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പറയും സാർ നോക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കോൺഫിഡൻസ് ലെവൽ ഉണ്ടാകാനായിട്ട് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ പറയുന്നതാണ്. ഫ്രീ ക്ലാസ്സുകൾ ഇനി വരുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരിക്കണം. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്റർവ്യൂസ് ക്ലിയർ ചെയ്യാൻ പറ്റൂ. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, CV ആൻഡ് റെസ്യൂം. കരിക്കുലം വിറ്റേ അല്ലെങ്കിൽ റെസ്യൂമെ നമ്മൾ പ്രോപ്പറായിട്ട് തയ്യാറാക്കിയിരിക്കണം. കാരണം ഈ റെസ്യൂമെ ചെയ്യുമ്പോൾ മിക്കവാറും ഞാൻ കണ്ടുവരുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരെ ആരെങ്കിലും റെസ്യൂം ചെയ്തിട്ടുണ്ടാവും, അത് അതുപോലെ നമ്മൾ കോപ്പി അടിക്കും. നമ്മുടെ സ്കിൽ ശരിക്കും റെസ്യൂമെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ല് തന്നെയാണ്. നമ്മളുടെ കഴിവുകൾ, നമ്മുടെ സ്കില്ലുകൾ, നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് അത് എഴുതി വെക്കുന്നതാണ് ഈ CV അല്ലെങ്കിൽ റെസ്യൂമെ. അപ്പോൾ ഈ സാധനം നമ്മുടെ സ്കില്ലുകൾ ആദ്യം അസസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ട്രെയിനിങ് സെഷനും ഞങ്ങൾക്ക് നടക്കുന്ന സമയത്ത് പലപ്പോഴും ഇന്റർവ്യൂസിലെ കുട്ടികൾ വന്നു കഴിയുമ്പോൾ പറയുന്നതാണ്, ഒരാൾ എഴുതുന്ന പോലെ തന്നെയായിരിക്കും അവർ ഒരാൾ എന്ത് എഴുതിയോ അത് തന്നെയാണ് മറ്റുള്ളവർ എഴുതുന്നത്. ഹോബീസ് എഴുതി കളയാം എന്നാൽ ശരിയാ, റീഡിങ്, ട്രാവലിങ് 2-3 എണ്ണം എഴുതിയേക്കാം എന്ന് പറയും. പക്ഷെ
ആക്ച്വൽ അവന് ഇഷ്ടമുള്ളതായിരിക്കില്ല അവൻ എഴുതിയിരിക്കുന്നത്, അവൻ കോപ്പി അടിക്കും എഴുതുന്നു. അപ്പോൾ റെസ്യൂം പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ നമ്മൾ വരും സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്താണ് ഇന്റർവ്യൂ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരാളെ മനസ്സിലാക്കാൻ എടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറഞ്ഞാൽ, ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ ഒരു പൊസിഷനിലേക്ക് നമ്മൾ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് എന്തൊക്കെ സ്കില്ലുണ്ട്, അവർ ഈ പൊസിഷനിലേക്ക് സൂട്ട് ആവുമോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു 5-10 മിനിറ്റ് കൊണ്ട് ഒരാളെ അസസ് ചെയ്യുന്ന രീതിയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. ഇന്റർവ്യൂ ഞാൻ പറഞ്ഞ തന്നെയാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ജോലി കിട്ടാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കൊന്നും കൂടി അതിലേക്ക് റീക്യാപ്പ് ചെയ്യാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണം, റിലവൻറ്റ് സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പൊസിഷനിലേക്കാണോ നമ്മൾ ട്രൈ ചെയ്യുന്നത് ആ പൊസിഷനിൽ പറ്റിയ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ റെസ്യൂം CV ഒക്കെ നമ്മൾ ചെയ്തിരിക്കണം, അതിനൊപ്പം കവറിംഗ് ലെറ്റർ ചെയ്തിരിക്കണം. ഇതൊന്നും ആരും ചെയ്യാത്ത കാര്യങ്ങളാണ്. അതൊക്കെയാണ് നമ്മൾ ഈ നമ്മുടെ ട്രെയിനിങ് സെഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻ ഫോം ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്തിരിക്കണം. റെഫറൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആരുടെങ്കിലും റെഫറൻസുകൾ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് കൂടുതലാണ്. സ്പെഷ്യലായിട്ട് നമ്മുടെ CV-യിലും റെസ്യൂമിലൊക്കെ ആരെങ്കിലും റെഫറൻസ്, അത് അറിയുന്നവർ, സമൂഹത്തിൽ അറിയുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇനി അറിയുന്നില്ല ആണെങ്കിൽ കൂടി അവരുടെ ഒരു റെഫറൻസ് കൊടുത്ത് അതിലൊരു നമ്പറും ഒക്കെ ഫോൺ നമ്പറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ട്രസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ്. ഒരു ഇന്റർവ്യൂവർ ഏതെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ഈ വന്ന കാൻഡിഡേറ്റിനെ പറ്റി അന്വേഷിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കുന്നത്. അതാണ് റെഫറൻസസ്. ദെൻ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചിലപ്പോൾ നടത്താറുണ്ട്. കാരണം അയാൾ എങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ട് പലപ്പോഴും ചെക്ക് ചെയ്തിട്ടായിരിക്കും പല ജോലിക്കും പല ജോലിയും കൊടുക്കാറുള്ളത്. ഡ്രഗ് സ്ക്രീനിങ്, ഇപ്പോഴത്തെ കാലത്ത് ഈ ഡ്രഗ് സ്ക്രീനിങ് ഒരുപാട് നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. കൾച്ചറൽ ഫിറ്റ് എന്ന് പറഞ്ഞാൽ പലരും പല സംസ്കാരത്തിൽ പല കൾച്ചറിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഓരോ കമ്പനിക്കും ഓരോ കൾച്ചറുണ്ട്, ഓരോ സംസ്കാരമുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്കാരവും കമ്പനിയുടെ സംസ്കാരവും തമ്മിൽ ചേർന്ന് പോകുന്നുണ്ടോ എന്ന് വരെ കമ്പനികൾ ചെക്ക് ചെയ്യാറുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നമ്മൾക്ക് ആശയവിനിമയം നടത്താറുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ ആളുകൾ കൺഫ്യൂഷൻ ആകാറുണ്ട്, ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ഏത് കമ്പനിക്ക് ഏത് റിക്വയർമെന്റ് വരുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട്. നമ്മളൊരു കൈ പൊക്കുന്നത് പോലും ഒരു കമ്മ്യൂണിക്കേഷനാണ്, നമ്മൾ മിണ്ടാതിരിക്കുന്നത് പോലും ഒരു കമ്മ്യൂണിക്കേഷനാണ്. അവിടെയാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ചാപ്റ്റർ എടുക്കുമ്പോൾ അതിൽ കൂടുതലായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. പ്രൊഫഷണലിസം, ഏത് ജോലിക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ജോലിയിൽ നമ്മൾ പ്രൊഫഷണലിസം കാണിക്കണം. എന്ന് പറഞ്ഞാൽ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലായിരിക്കണം നമ്മുടെ ആക്ടിങ്. പിന്നെ ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മളൊരു ജോലി, പ്രത്യേകിച്ച് ഫ്രഷേഴ്സ് ഒക്കെ ഒരു ജോലിക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ആ ജോലി ചെയ്യാൻ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അപ്പോൾ അവർ പറയണേ രാവിലെ 7 മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും 7 മണിക്ക് എഴുന്നേറ്റ് വരുള്ളൂ, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല, അഡാപ്റ്റബിലിറ്റി ഇല്ല. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനായിട്ട് ആ സിറ്റുവേഷൻ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം, നമ്മൾ അതനുസരിച്ച് മുന്നിലേക്ക് പോകണം. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ലൈസൻസ് ഓർ സർട്ടിഫിക്കേഷൻസ്, പലപ്പോഴും നമ്മുടെ ജോലിക്ക് വേണ്ട ലൈസൻസും സർട്ടിഫിക്കേഷൻസും നമുക്ക് ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ്. ബാക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സാധാരണ രീതിയിൽ എല്ലാവരും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും ആളുകളൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവരാണ്. ചെയ്തവരല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇപ്പൊ കോമൺ സ്ട്രക്ചർ ഓഫ് എ ജോബ് ഇന്റർവ്യൂ, സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഒരു ജോബ് ഇന്റർവ്യൂ നടക്കാറ്, അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സ്ലൈഡിൽ അതാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സാധാരണ ഒരു ഇന്റർവ്യൂ റൂമിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ, ഞാനിത്തിരി ഫാസ്റ്റ് ആയിട്ട് പോകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം
വളരെ കുറവാണ്. നമുക്ക് ഈ 1.5 മണിക്കൂർ കൊണ്ട് നമ്മളിത് തീർക്കണം. അപ്പൊ കുറച്ച് പെട്ടെന്ന് പോയില്ലെങ്കിൽ നമുക്കിത് ക്ലിയർ ആക്കാൻ പറ്റില്ല. പിന്നീട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഈ ഇതിനെപ്പറ്റി, അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി, കാരണം ഇത് ടോട്ടലി ഫ്രീ ആയിട്ടുള്ളൊരു കോഴ്സാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഈ കോഴ്സിൽ പറഞ്ഞത് ഫ്രീ ട്രെയിനിങ്, ഫ്രീ ക്ലാസ് ആണ്, എല്ലാ സാറ്റർഡേ ഉള്ളതാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റിലൂടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കാരണം ഞാനൊരു ഇന്ററപ്ഷൻ വരാതിരിക്കാനായിട്ടാണ് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രണ്ടിലേക്ക് പോകുന്നത്. ഏതെങ്കിലും രീതിയിലൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇത് സ്പീഡ് കൂടുതലാണോ? കൂടുതലാണെങ്കിൽ ഞാൻ കുറയ്ക്കാം. സ്പീഡ് ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് ഡിസ്കസ് ചെയ്യാം, നോ പ്രോബ്ലം. നമുക്ക് ഒന്നുകൂടി ഓക്കെ, ഫൈൻ, ഫൈൻ, ഓക്കെ, ഓക്കെ, തീർച്ചയായും. ഓക്കെ, ഫൈൻ. നമ്മൾ ഇന്റർവ്യൂ ഒന്നുകൂടി കുറഞ്ഞ സ്പീഡിൽ പറയാം, അപ്പൊ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ ഒരു ഇന്റർവ്യൂ റൂമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. ഗ്രീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമസ്തേ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടായിരിക്കും പറഞ്ഞത്. അപ്പൊ ഗ്രീറ്റിംഗ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ഒരു കോമൺ സ്ട്രക്ചറാണ്. നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഇന്റർവ്യൂറെ നമ്മൾ ഗ്രീറ്റ് ചെയ്യാറുണ്ട്. ഗുഡ് മോർണിംഗ് സർ, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് സർ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് മാഡം, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഇപ്പൊ എപ്പോഴാണോ സമയം അനുസരിച്ച്, ഇപ്പൊ രാവിലെയാണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയും, 12 മണിക്ക് ശേഷമാണെങ്കിൽ 12 മണി മുതൽ ഒരു 5 മണി വരെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഗുഡ് ആഫ്റ്റർനൂൺ പറയും. ഒരു 4-4:30 ശേഷം നമ്മൾ 5 മണിക്ക് ശേഷമൊക്കെ പോകണേ ഗുഡ് ഈവനിങ് പറയും. അപ്പോൾ സമയം അനുസരിച്ച് നമ്മൾ അവരോട് ഗ്രീറ്റ് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഈ ഐസ് ബ്രേക്കർ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരിചയമില്ലാത്തവരുടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് നേരത്തേക്ക് സംസാരിക്കാനായിട്ട് നമുക്ക് വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു റാപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം. റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ടും പേരും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം. അപ്പൊ അതിനുവേണ്ടി ചെറിയ രീതിയിൽ ഒരു സ്മോൾ ടോക്ക് അവർ സംസാരിക്കുക. വരുമ്പോൾ ചോദിക്കാറുണ്ട്, എവിടെന്നാ വരുന്നത്, എന്താണ് പേര്, ഇത് ഏത് പൊസിഷൻ അറ്റൻഡ് ചെയ്തത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സംസാരം സാധാരണ രീതി, ഇതാണ് ഒരു പ്രോസസ്സ്. പക്ഷെ മിക്കവാറും സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകാറില്ല. അത് അവർ എളുപ്പ വഴിക്ക് വേണ്ടി ഇതിലെ ചില പോയിന്റുകളൊക്കെ അവർ കട്ട് ചെയ്തിട്ട് നേരെ സ്ട്രേറ്റ് അവേ അവരുടെ കാര്യത്തിലേക്ക് പോകാറുണ്ട്. പക്ഷെ ഞാനൊരു കോമൺ സ്ട്രക്ചർ ഓഫ് എ ജോബ് ഇന്റർവ്യൂ അതാണെന്ന് പറഞ്ഞാൽ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്. അപ്പൊ ചില സമയത്തിൽ ഇപ്പൊ ഇങ്ങനെ തന്നെ സാറേ ഞാൻ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ അതിന്റെ ഇടയിലുള്ള ഐസ് ബ്രേക്കർ നടന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആൻസർ ഒന്നുമില്ല അതിന്. അപ്പൊ അത് ചില സമയങ്ങളിൽ അവർ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അത് അവരുടെ സൗകര്യം അനുസരിച്ച് മാറുകയും മറിയുകയും ചെയ്യും. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതാണ്. ചെറിയ സംസാരങ്ങൾ ഉണ്ടാകാം. പിന്നെ ഓവർവ്യൂ ഓഫ് ദ പൊസിഷൻ. ചിലപ്പോൾ നമ്മുടെ ഇന്റർവ്യൂവർ നമ്മളോട് ഈ പൊസിഷനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ തരാം, ചിലപ്പോൾ തരാതിരിക്കാം. അത് കഴിഞ്ഞിട്ട് കാൻഡിഡേറ്റിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു കാര്യം അവർ പറയും. സാധാരണ രീതിയിൽ നിങ്ങളെ പറ്റി എന്തെങ്കിലും പറയുക എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി നമ്മൾ ഇന്ന ആളാണ്. സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഐ എം സജിക്കുട്ടി, ഐ എം ആൻ എക്സ് എയർഫോഴ്സ് പേഴ്സണൽ, ഐ ഡൺ മൈ MBA, ഐ ഡൺ മൈ MSc psychology. I'll give a brief idea about myself. അപ്പൊ അതിനൊരു ചാൻസ് ആണ് ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 15 മിനിറ്റാണ് നമുക്ക് ഒരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കിട്ടുന്ന സമയം. ഈ 15 മിനിറ്റിനുള്ളിൽ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മളിതിൽ പറഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ആ 15 മിനിറ്റ് എഫക്റ്റീവ്ലി നമ്മളെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ്. ഈ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ തരും. ഉദാഹരണത്തിന് പറഞ്ഞാൽ
ഈ ഒരു കമ്പനി, ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി അവർ പറഞ്ഞിട്ട് നിങ്ങൾ ഈ പൊസിഷനിലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും. ചില പ്രോജക്റ്റുകളെ പറ്റി പറഞ്ഞിട്ട് ഈ പ്രോജക്റ്റുകൾ എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യും, അതിന് ബിഹേവിയർ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. അത് കാൻഡിഡേറ്റിന്റെ പഴയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഒരു ബിഹേവിയർ ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അഡ്വാൻസ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാവുന്നതാണ്. പിന്നെ ടെക്നിക്കൽ ഓർ ജോബ് സ്പെസിഫൈഡ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പോകുമ്പോൾ ഒരു 60% നമ്മുടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഒരു 30-40% മാത്രമേ ആ ടെക്നിക്കലായിട്ടും, ഇപ്പൊ ഉദാഹരണത്തിന് പറയുന്ന ഒരു വെൽഡറിന്റെ പോസ്റ്റിന് പോകുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഗൾഫിലേക്ക് ഒരു വെൽഡിംഗ് ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ഒരു 70% അയാളുടെ പേഴ്സണൽ കാര്യങ്ങളും അല്ലെങ്കിൽ അയാളുടെ മറ്റു ക്വാളിഫിക്കേഷനും അയാളുടെ കോൺഫിഡൻസ്, അയാളുടെ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുക. ബാക്കി 30-40% മാത്രമായിരിക്കും അവർക്ക് ആ പർട്ടിക്കുലർ ട്രേഡിലുള്ള നോളജിനെ പറ്റി ചോദിക്കുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ജോലി കിട്ടാത്തതിന്റെ കാരണം പറഞ്ഞതിൽ ഒന്ന് നമ്മൾ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പൊ സ്കില്ല് നമുക്ക് ആവശ്യമുണ്ട്, പക്ഷെ സ്കില്ല് ഉണ്ടായിട്ട് നമുക്ക് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ടെക്നിക്കൽ ഓർ ജോബ് സ്പെസിഫൈഡ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. സിറ്റുവേഷണൽ ഓർ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള അതിനൊക്കെ എക്സാമ്പിൾസ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഫ്രം ദ കാൻഡിഡേറ്റ്. ചില നല്ല ഇന്റർവ്യൂസ് ഒക്കെ ആണ്, ഇന്റർവ്യൂർ ആണെങ്കിൽ ഈ കാൻഡിഡേറ്റിനോട് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ നമ്മൾക്ക് പല കാര്യങ്ങളും, പല ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് വിചാരിക്കും, ഈ അയാൾ എന്ത് വിചാരിച്ചാൽ നമുക്കെന്താ. നമ്മുടെ മനസ്സിൽ കോൺഫിഡൻസിന്റെ ഏറ്റവും, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ട കാര്യം ഈ അയാൾ എന്ത് വിചാരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ നിർത്തി കളയുന്നത്. അയാൾ എന്ത് വിചാരിച്ചാലും നമുക്ക് പറയാനുള്ളത് പറയണം. അപ്പോൾ ഇന്റർവ്യൂവിന് പോയാലും നമ്മൾക്ക് പറയാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പനിയെ പറ്റി അയാൾക്ക് ഹേർട്ടാകാത്ത രീതിയിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതെപ്പോഴും നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവർ, കാരണം അല്ലെങ്കിൽ അത് ഡൗട്ട് ഇല്ലാതെ നമ്മൾ തിരിച്ചു പോരുക എന്നുള്ളതല്ല, നമ്മൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിരിക്കണം. ക്ലോസിംഗ് റിമാർക്സ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ ചോദിക്കും പല റിമാർക്സ്. അത് ഇന്റർവ്യൂർ ആയിരിക്കും ചെയ്യുന്നത്. ഓ ഓക്കെ, ഞങ്ങളെ നിങ്ങളെ ഇൻഫോം ചെയ്യാം, അല്ലെങ്കിൽ വിൽ ഗിവ് എ മെയിൽ ടു യു, അല്ലെങ്കിൽ വിൽ കോണ്ടാക്ട് ബൈ ഫോൺ, അല്ലെങ്കിൽ അറ്റ് വാട്ട് ടൈം യു വിൽ ബി, അല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾക്ക് വെൻ ക്യാൻ യു ജോയിൻ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുക. എപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം സമയം വേണം ജോയിൻ ചെയ്യാനായിട്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഈ ക്ലോസിംഗ് റിമാർക്സിൽ പെടുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് താങ്ക് യു ആൻഡ് ഫെയർവെൽ, ഓക്കെ സാർ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോരുന്നു. പിന്നെ പോസ്റ്റ് ഇന്റർവ്യൂ ഇവാലുവേഷൻ. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാൻഡിഡേറ്റിനെ പറ്റി അവർ ഇവാലുവേറ്റ് ചെയ്യും. ഈ കുട്ടി എങ്ങനെയാണ്, അല്ലെങ്കിൽ വന്ന ആൾ എങ്ങനെയായിരുന്നു, ഇത് ഈ പൊസിഷനിലേക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇവരെ എടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് നഷ്ടമാവോ, അല്ലെങ്കിൽ കമ്പനി നല്ല രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ അവരുടെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക സ്ട്രെങ്ത്, വീക്ക്നെസ്, ഇതൊക്കെ അവർ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനിടയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ഒരു കോമൺ സ്ട്രക്ചർ ഓഫ് എ ഇന്റർവ്യൂ. ഓക്കെ, സ്വാഭാവികമായിട്ടും അത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്, എനിക്കും ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ പേടി എന്ന് പറഞ്ഞ സാധനം. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഭയങ്കര പേടിയും ടെൻഷനും ആങ്സൈറ്റി ഒക്കെ ആയിരിക്കും. ഇതെങ്ങനെ, അല്ല അവരെന്ത് ചോദിക്കും, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, എനിക്ക് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ എന്താണ് നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഇന്റർവ്യൂസിനെ പറ്റി നമുക്ക് നമ്മുടെ മനസ്സിൽ കയറി വരാറുണ്ട്, മിക്കവാറും എല്ലാവർക്കും വരാറുണ്ട്. ഇതെങ്ങനെ ഓവർകം ചെയ്യണം, ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ഇന്റർവ്യൂ ഫിയർ. അതിനു മുമ്പ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് റീക്യാപ്പ് ചെയ്യണം. ഇതില് ഇന്റർവ്യൂവിന്റെ സമയത്ത് ഇതൊരു കോമൺ കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ ബെറ്റർ ആയിരിക്കും നോട്ട് ചെയ്ത് വെക്കാം.
ഒന്ന് രണ്ട് ടിപ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്റർവ്യൂ റൂമിലേക്ക് കയറി പോകുമ്പോൾ കാൻഡിഡേറ്റിന്റെ ഏത് ഭാഗമാണ് അല്ലെങ്കിൽ ഏത് ഭാഗമാണ്, നമ്മുടെ തലയാണോ കൈയാണോ കാലാണോ റൂമിലേക്ക് ആദ്യം പ്രവേശിക്കുന്നത്? കമന്റ് ചെയ്യാൻ പറ്റുമോ? റൂമിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഏത് ഭാഗമായിരിക്കും ആദ്യം ആ റൂമിലേക്ക് പ്രവേശിക്കുന്നത്? ഓക്കെ, ഇവിടെ രണ്ടു മൂന്ന് പേര് തല എന്ന് മെസ്സേജ് തന്നിരിക്കുകയാണ്. നല്ല ആൻസർ ആണ്. അവർ കാരണം അതൊരു പാർട്ടിസിപ്പേഷൻ ആണ്. പക്ഷെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യന് അവര് ആ ഒരു പാർട്ടിസിപ്പേഷൻ അവർക്ക് അവിടെ ഉണ്ടായിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ പലപ്പോഴും ക്വസ്റ്റ്യൻ, ഇതാണ് ഇന്റർവ്യൂവിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ള, പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തല ആയിരിക്കില്ല കയറി വരുന്നത്, നമ്മളുടെ കാലാണ് ആദ്യം കയറുന്നത്. ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റൂമിലേക്ക് വെക്കുന്നത് നമ്മുടെ കാലാണ്. അവിടെയാണ് നമ്മുടെ ഗ്രൂമിങ്ങിന്റെ പ്രാധാന്യം വരുന്നത്. ഗ്രൂമിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൂ പോളിഷ് ചെയ്തിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ചെരുപ്പാണെങ്കിൽ അതിൽ അഴുക്ക് പിടിച്ചതായിരിക്കാൻ പാടില്ല. കാലിന്റെ നഖങ്ങളൊക്കെ വളരെയധികം വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളുടെ ഗ്രൂമിങ്ങിൽ യാതൊരുവിധ കോംപ്രമൈസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ടിപ്പ് ഇതാണ്. നമ്മൾ ഇന്റർവ്യൂ റൂമിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇംപ്രഷൻ. നമ്മുടെ ഗ്രൂമിങ് പെർഫെക്റ്റ് ആയിരിക്കണം. രണ്ടാമത് നമ്മുടെ ഷൂ പെർഫെക്റ്റ് ആയിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഷൂ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ചെരുപ്പ് വളരെ നല്ല ചെരുപ്പായിരിക്കണം. കാരണം അത് അഴുക്ക് പിടിച്ച, വില കൂടിയ ചെരുപ്പം എന്നുള്ളതിൽ യാതൊരു അർത്ഥവും വരുന്നില്ല. അഴുക്ക് പിടിക്കാത്ത ചെരുപ്പിട്ടിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. കാലിലാണെങ്കിൽ അഴുക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആദ്യം റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കാലാണ് ആദ്യം പ്രവേശിക്കുന്നത്. അപ്പൊ ആ ഇന്റർവ്യൂ ആദ്യം നാം കാണുന്നത് നമ്മുടെ കാലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. രണ്ടാമത്, ഇന്റർവ്യൂ റൂമിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ആണുങ്ങളും ഒരു പെണ്ണും ആണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. നമ്മൾ അവരോട് എന്താണ് പറയാം? മനസ്സിലാലോചിച്ചാൽ മതി. കാരണം ഞാൻ അതിന്റെ ആൻസർ പറയാം. ഉത്തരം തെറ്റാണെങ്കിൽ അത് തിരുത്തുക, അത്രമാത്രം. നമ്മൾ അവരോട് പറയേണ്ടത്, രണ്ടാണുങ്ങളും പെണ്ണുമാണെങ്കിൽ ഗുഡ് മോർണിംഗ് സേഴ്സ്, ഗുഡ് മോർണിംഗ് മാഡം. ആരൊക്കെ ഇരിക്കുന്നോ അവർക്കെല്ലാം ഗുഡ് മോർണിംഗ് പേഴ്സണലായിട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഗുഡ് മോർണിംഗ് പറയുന്ന സമയത്ത്, ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ ഗുഡ് ഈവനിങ്ങോ ആയിരിക്കും, ഗുഡ് മോർണിംഗ് പറയുന്ന സമയത്ത് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഐ കോണ്ടാക്ട് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ വരുമ്പോൾ ഗുഡ് മോർണിംഗ് സർ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് എന്നുള്ളത് നമ്മുടെ ഐ കോണ്ടാക്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ നിന്ന് അവരോട് നേരെ അവരുടെ മുഖത്ത് നോക്കി പറയാൻ ശ്രമിക്കുക. 3 പേരും 3 സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പൊ 2 പേരാണ് ഇരിക്കുന്നതെങ്കിൽ ആ 2 പേരോടും പ്രത്യേകം പറയാം ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് മാഡം. അല്ലെങ്കിൽ 2 പേര് ഗുഡ് മോർണിംഗ് സേഴ്സ്, 2 പേരെ വിഷ് ചെയ്യാം, ഗുഡ് മോർണിംഗ് മാഡം. ഇത് പ്രത്യേകം പറയാനായിട്ട് ശ്രമിക്കുക. റൂമിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ കയറി ഉടനെ തന്നെ കയറി ഇരിക്കാമോ? ഫ്രണ്ടിൽ സീറ്റ് കിടപ്പുണ്ട്, നമുക്ക് കയറി ഇരിക്കാമോ? നോ, നമ്മൾ ഒരു കാരണവശാലും കയറിയിരിക്കാൻ പാടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, സാറേ കുറെ നേരമായി പോയി നിൽക്കാൻ തുടങ്ങിയിട്ട് അവരാരും ഇരിക്കാൻ പറയണില്ല, എന്ത് ചെയ്യും? ആരും എന്നെ മൈൻഡ് പോലും ഇരിക്കാൻ പറയുന്ന പോലില്ലേ? സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാം, മേ സിറ്റ് നമ്മൾ ചോദിച്ചിട്ട് മാത്രമേ നമുക്ക് അവിടെ ഇരിക്കാൻ പാടുള്ളൂ. സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈ എവിടെ വെക്കണം? ഓൺ ദ ടേബിൾ.
എന്നാണ് എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ഓൺ ലാപ്പ് എന്ന് സാരം പറഞ്ഞിരിക്കുന്നുണ്ട്. അക്ഷയന്റെ എനിക്കറിയാവുന്ന കുട്ടിയാണ്, എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഓൾറെഡി ക്ലാസ്സുകൾ അക്ഷയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അക്ഷയ ലാപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് അവർക്ക് ഓർമ്മയുണ്ടായിരുന്നു, ലാപ്പ് എന്നുള്ളത് ഓർമ്മയുണ്ടായിരുന്നു. നമ്മൾ ഒരു കാരണവശാലും കൈ ടേബിളിന്റെ മുകളിൽ വെക്കാൻ പാടില്ല. നമ്മുടെ ലാപ്പിൽ, നമ്മുടെ മടിയിലോ നമ്മുടെ തുടയിലോ വെക്കാം. സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ബാഗോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടാകാം. ഫയൽ നമ്മുടെ ടേബിളിന്റെ പുറത്ത് വെക്കാൻ ഒരു കാരണവശാലും വെക്കാൻ പാടില്ല. നമ്മുടെ കസേര നമ്മൾ ഇരിക്കുന്നതിന്റെ മടിയിൽ മാത്രമായിരിക്കണം നമ്മുടെ കൈയും നമ്മുടെ ഫയലും വെക്കാവും. സ്വാഭാവികമായിട്ടും നമ്മൾ ടേബിളിന്റെ പുറത്ത് വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കാം. ടേബിളിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ബോസ് അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ എടുക്കുന്ന ആൾ നമ്മൾ ഓർപ്പർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്യാത്ത രീതിയിലേക്ക് ഇരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ അവരുടെ ടേബിളിന്റെ മുകളിൽ നമ്മുടെ കൈ വെച്ചിട്ട് സംസാരിക്കരുത്, പ്രത്യേകിച്ച് ഇന്റർവ്യൂവിന്റെ സമയത്ത്. നിങ്ങൾ നാളെ ജോലി കിട്ടി കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഫ്രണ്ടിലോ മുകളിലോ ഒക്കെ നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് നിങ്ങൾക്ക് വെക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇന്റർവ്യൂവിൽ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. 2 ടിപ്പ് ഞാൻ പറഞ്ഞു. ഒന്നാമത് നിങ്ങൾ എൻട്രി 3 ടിപ്പുകളായി. ഒന്നാമത് നിങ്ങൾ എൻട്രി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാലുകൾ ആണ് ആദ്യം കാണുന്നത്. അത് വെൽ പോളിഷ്ഡ് ആയിരിക്കണം നിങ്ങളുടെ ഷൂ. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഗ്രീറ്റ് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത്, നമ്മുടെ കൈ ടേബിളിന്റെ മുകളിൽ വെക്കാൻ പാടില്ല, നമ്മളുടെ മടിയിൽ തന്നെ വെക്കണം. ഇതൊക്കെ ചെറിയ ചെറിയ പോയിന്റ്സ് ആണെങ്കിലും നമ്മൾക്കൊരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? ഇത് നിങ്ങൾക്ക് ഒരു ടാസ്ക് ആയിട്ട് ഞാൻ തരിക. നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കോമൺ ട്രെയിനിങ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇന്റർവ്യൂ ആയിട്ട് കൺസേൺ ആയിട്ടുള്ളവര് ഒരു അസൈൻമെന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് ആ ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കറക്റ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് കറക്ഷൻ തരാൻ എനിക്ക് പറ്റും. കാരണം പിന്നീട് നിങ്ങൾക്ക് ഇപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പെടുത്തേണ്ട കാര്യങ്ങൾ, പെടുത്തേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ എഴുതിയിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കറക്റ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കും. നാലാമത്തത്, ഇപ്പൊ 4 കാര്യങ്ങൾ പറയാം. അഞ്ചാമത്തേതായിട്ടുള്ള കാര്യം ടിപ്പ് എന്ന് പറഞ്ഞാൽ, ആ ടിപ്പ് ഞാൻ പിന്നീട് ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ തന്നെ എഴുതുക. നിങ്ങൾക്കൊരു ഹോംവർക്ക് എന്നുള്ള രീതിയിൽ ഞാൻ തന്നിരിക്കുകയാണ്. നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഇറങ്ങി അങ്ങോട്ട് പോവുകയാണോ ചെയ്യേണ്ടത്, അതോ എന്ത് ചെയ്തിട്ട് വേണം? ആർക്കെങ്കിലും എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? നേരിട്ടങ്ങ് ഇറങ്ങി പോവുകയാണോ, അതോ എന്ത് ചെയ്തിട്ട് വേണം? ഞാൻ തന്നെ പറയാം. സ്വാഭാവികമായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പ്രത്യേകിച്ച് ഇന്റർവ്യൂവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്റർവ്യൂവിന് പോയിട്ട് നമ്മൾ ഒരാളുടെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കസേരയുടെ പൊസിഷൻ ഉറപ്പായിട്ടും മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വലിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്, ചിലപ്പോൾ ഒരു സൈഡിലേക്ക് മാറിയിട്ടുണ്ടാവും. ആ കസേര നേരെ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. എഴുന്നേറ്റ് കഴിഞ്ഞാൽ എങ്ങനെ ഇരുന്നോ അങ്ങനെ മാറ്റുക. താങ്ക് യു സർ പറയുന്നു, തിരിച്ചു നടക്കുന്നു, പോകുന്നു. ഡോറ് വലിച്ചടക്കരുത്, വളരെ ജെന്റിലി ക്ലോസ് ചെയ്തിട്ട് പുറത്തു. പലരും ആളുകൾ ചെയ്യാത്തൊരു കാര്യമാണ്. എഴുന്നേക്കും, ഒറ്റ വിടൽ വിടും, ചിലപ്പോൾ താങ്ക് യു പോലും പറയില്ല, പോകുന്നൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മളെ ഒരു ജോലിയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് ജോലി കിട്ടണമെന്നില്ല, നമുക്ക് സ്കില്ലുള്ളത് കൊണ്ട് മാത്രം ജോലി കിട്ടണമെന്നില്ല. നമ്മൾ കറക്റ്റായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂ പാസ്സാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവിടെയാണ് നമ്മൾ ഇന്റർവ്യൂ ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക്
ഇന്റർവ്യൂ പേടിയിലേക്ക് വരാം. എന്താണ് ഇന്റർവ്യൂ പേടി? The fear of job interviews, also known as interview anxiety. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് എന്താണ്, എന്ത് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ അവിടെ ചെന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുമോ, ഈ ഒരു പേടി കൊണ്ട് മാത്രം പലപ്പോഴും പലർക്കും ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് ഇന്റർവ്യൂ പേടി ഒഴിവാക്കാം നോക്കാം. പ്രിപ്പറേഷൻ ഈസ് ദ കീ. നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമ്മൾ പ്രിപ്പയർ ആയിട്ട് വേണം പോകാനായിട്ട്. ഇപ്പൊ പ്രിപ്പയർ ആവുന്ന സാർ പറഞ്ഞു, പക്ഷെ എങ്ങനെ പ്രിപ്പയർ ആവും? നമ്മൾ അടുത്ത സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെ, ഇനിയും ഫ്രീ സെഷൻസ് ഉണ്ടാവും, പെയ്ഡ് സെഷൻസ് ഒക്കെ നമുക്കുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ് എന്താണ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ഏത് കമ്പനിയിലാണോ നമ്മൾ പോകുന്നത് ആ കമ്പനിയെ പറ്റി നമ്മൾ പഠിച്ചിട്ട് വേണം പോകാൻ. അതൊരു പ്രിപ്പറേഷൻ. അതുപോലെ ഒരുപാട് പ്രിപ്പറേഷൻ ഉണ്ട്. ഈ പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. നമ്മളൊരു കാര്യത്തിൽ മാസ്റ്റർ ആവുന്നത് എപ്പോഴും നമ്മളത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. ഇന്റർവ്യൂവിന് പോകുമ്പോഴും നമ്മൾ ഇന്റർവ്യൂ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ സീനിയേഴ്സിനെയോ അല്ലെങ്കിൽ നമ്മളുടെ സാറുമാരെ ആരെയൊക്കെ വിളിച്ചിട്ട്, സാർ എന്നെയാണ് ഇന്റർവ്യൂ എടുക്കുമോ, എനിക്കൊരു മോക്ക് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞാൽ, ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ മോക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂ, ആക്ച്വലി ഇന്റർവ്യൂ അല്ല, അതൊരു പ്രാക്ടീസ് ഇന്റർവ്യൂ. അതിനാണ് നമ്മൾ മോക്ക് ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ മോക്ക് ഇന്റർവ്യൂസിന് വേണ്ടി മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം. പലപ്പോഴും പലരും തെറ്റിച്ചു കളയുന്ന ഒരു സാധനമാണ് നോ യുവർ റെസ്യൂം. ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞായിരുന്നു, നമ്മുടെ കൂട്ടുകാരന് എന്ത് എഴുതിയിരിക്കുന്നു അത് തന്നെ പലപ്പോഴും നമ്മുടെ റെസ്യൂമിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നു. അവന് ഫുട്ബോളാണ് ഇഷ്ടം, ഞാനും എഴുതി ഫുട്ബോൾ. അവന് ട്രാവലിംഗാ ഇഷ്ടം, ഞാനും എഴുതി ട്രാവലിംഗ്. അപ്പൊ ഞാൻ തിരിച്ച് ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോ എന്നോട്, ഞാനാണെങ്കിൽ ഫുട്ബോളുകൾ കണ്ടിട്ട് പോലുമില്ല, കളിച്ചിട്ട് പോലും, ബോൾ തട്ടാത്ത ഒരാള്, ഞാൻ അവൻ എഴുതി കാരണം ഞാൻ ഫുട്ബോൾ ഇവിടെ ഞാനും എഴുതി വെച്ചു. ഇന്റർവ്യൂ എന്നോട് ചോദിച്ചു ഫുട്ബോളിനെ പറ്റി കുറച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിച്ചു, അല്ലെങ്കിൽ ആരാണ് നല്ല കളിക്കാരൻ, അർജന്റീനയുടെ കളിക്കാരൻ ആരാണ്, അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അവരോട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. അപ്പൊ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ എന്താണോ റെസ്യൂമിൽ എഴുതി വെച്ചിരിക്കുന്നത്, നമ്മുടെ റെസ്യൂമെ എന്താണോ പറയുന്നത്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇന്റർവ്യൂവിന് പോകാൻ. അപ്പൊ നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളും നമ്മൾക്ക് ഇല്ലാത്ത സ്കില്ല് ഒരിക്കലും നമ്മുടെ റെസ്യൂമിൽ ഫിൽ ചെയ്യാൻ പാടില്ല. നമുക്ക് കുറച്ച് സ്കില്ല് ഉണ്ടെങ്കിൽ കുറച്ച് സ്കില്ല് എഴുതി വെക്കുക. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് ഒരിക്കലും നമ്മൾ എഴുതാൻ പാടില്ല. ഇനി അഥവാ എന്തെങ്കിലും ഒരു കാര്യം എഴുതിയെങ്കിലും നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകേണ്ടത്. പ്രിപ്പറേഷൻ ഇസ് ദ കീ. നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. ബിഹേവിയറൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ബിഹേവിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻസ് തന്നിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ്. അതിനൊക്കെ പറ്റി നമ്മൾ പിന്നീട് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വേറെ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്, അതിൽ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വേണം പോകാൻ. സ്റ്റാർ മെത്തേഡ്, നേരത്തെ അവർ പറഞ്ഞാൽ സ്റ്റാർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. സിറ്റുവേഷൻ, നേരത്തെ ഞാൻ ഒരു സിറ്റുവേഷന്റെ കാര്യം പറഞ്ഞു. സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട്, അതിന് സ്റ്റാർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പലപ്പോഴും ഈ സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ ബിഹേവിയർ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുമ്പോൾ നമ്മൾ ആദ്യം സിറ്റുവേഷൻ പറഞ്ഞു, പിന്നെ ടാസ്ക് അസസ് ചെയ്ത്, പിന്നെ ആക്ഷൻ പറഞ്ഞു, പിന്നെ റിസൾട്ട്. അപ്പോഴാണ് ആ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്, അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കൊടുക്കുകയുള്ളൂ. അത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് നേടാൻ പറ്റുള്ളൂ. അങ്ങനെ സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഈ സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പേടിക്കും, പക്ഷെ അതൊന്നുമില്ല. നമ്മൾ 2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾക്ക് കൺസേൺഡ് ആയിട്ടുള്ള സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഇപ്പൊ ഡോക്ടറുടെ ഇന്റർവ്യൂവിന് പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ അക്കൗണ്ടന്റിന്റെ സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് കൊടുക്കില്ല. നമ്മുടെ ഫീൽഡ് ഏതാണോ, നമ്മുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മൾക്ക് ആ ഫീൽഡിൽ നോളജ് ഉണ്ടായിരിക്കും. പോസിറ്റീവ് സെൽഫ് ടോക്സ്. ഇന്റർവ്യൂ പേടി വരുമ്പോൾ സെൽഫ് ടോക്സ് കൊണ്ടുവരിക. അത് നമ്മുടെ മനസ്സിൽ വരും. ഇന്റർവ്യൂവിൽ പോകും, അവനൊക്കെ എന്തൊക്കെയായിരിക്കും ചോദിക്കാൻ പോണത്, പെട്ടത് തന്നെ അവൻ ഇരിക്കണുണ്ട്, മീശക്കാരൻ്റെ ഇരിക്കുന്നുണ്ട്, അവൻ എന്നെ കുഴക്കണ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും എന്തായാലും സെൽഫ് ടോക്സ് നമുക്ക് ഉണ്ടാവുന്നത്. എന്താ പറയേണ്ടത്, കുഴപ്പമില്ലണോ മക്കളെ, ഞാനിതൊക്കെ നേടും. ആ സെൽഫ് ടോക്ക് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ നെഗറ്റീവ്സ് എല്ലാം മാറ്റി വെക്കണം.
അതിനാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള പല ചിന്തകൾ വന്നാലും ഇതിനൊക്കെ പോസിറ്റീവായിട്ടുള്ള ചില ടോക്സ്, അത് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. കുഴപ്പമില്ല, നമ്മൾ ഡീൽ ചെയ്യും, ഇതൊക്കെ എല്ലാം നമ്മൾ ശരിയാക്കും എന്നുള്ള രീതിയിൽ നമ്മൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മളോട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർവ്യൂ പേടി ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാം. വിഷ്വലൈസ് സക്സസ്. നിങ്ങൾ പലരും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പല വിഷ്വലൈസ്, ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ അഫർമേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പല ബുക്കുകളും നമ്മൾ വായിച്ചിട്ടുണ്ടാവും. സീക്രട്ട് അങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിച്ചവരുണ്ടാവും, അല്ലെങ്കിൽ ആൽക്കമിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ബുക്കുകളൊക്കെ വായിച്ചവരുണ്ടാവാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതേ നമുക്ക് നടക്കും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ല, അപ്പൊ തന്നെ നമ്മൾ തോറ്റു പോകുന്നത് ഡിസൈഡ് ചെയ്തു. നമ്മുടെ പേടി കാരണം നമ്മൾ ജയിച്ചെന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്തു നോക്കും, തീർച്ചയായിട്ടും അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനിച്ചു ഇത് തോറ്റു പോകും, വേണ്ട എന്തിനാ പോകുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയും, നമ്മുടെ ആക്ഷനിൽ അത് പ്രതിഫലിക്കും. അപ്പൊ നമ്മൾ എന്ത് ആൻസർ പറഞ്ഞാലും അല്ലെ നമ്മൾ പോയാലും നിന്നാലും നടന്നാലും എല്ലാം ഒക്കെ പ്രതിഫലിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വിഷ്വലൈസ് ചെയ്യണം. എന്തുകൊണ്ട് നമ്മൾ ജയിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഫ്രണ്ടിലേക്ക് പോകണം. അതാണ് നമ്മൾ ഇന്റർവ്യൂ പേടിയൊക്കെ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ. ബ്രീത്തിങ് ടെക്നിക്. നമുക്ക് ആങ്സൈറ്റി ഒക്കെ വന്നു കഴിയുമ്പോൾ ബ്രീത്ത് എടുക്കുക, അതിന് പ്രത്യേക രീതിയുണ്ട്. 1-4-7 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില രീതിയുണ്ട്. ബ്രീത്ത് എടുക്കുന്നു, 4 മിനിറ്റ് 4 സെക്കൻഡ് നമ്മൾ പിടിച്ചു നിർത്തുന്നു, പിന്നെ 7 സെക്കൻഡ് നമ്മൾ വിടുന്നു. അങ്ങനെ കുറെ പല രീതിയിലുള്ള പല സ്റ്റേജിലുള്ള ബ്രീത്തിങ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ആങ്സൈറ്റി പേടിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ 3 മിനിറ്റ് 3-4-3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി 3 മിനിറ്റ് 3 സെക്കൻഡ് കൊണ്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ 3 സെക്കൻഡ് എടുക്കുന്നു ശ്വാസം, 3 സെക്കൻഡ് 4 സെക്കൻഡ് നമ്മൾ പിടിച്ചു നിർത്തി, 1 2 3 4, അത് കഴിഞ്ഞ് 3 സെക്കൻഡ് വിടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ആങ്സൈറ്റി, ടെൻഷൻ, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ഒക്കെ മാറ്റാനായിട്ട് നമ്മുടെ സ്ട്രെസ്സിന്റെ ഒരു ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഒരു 2 ആഴ്ചക്കുള്ളിൽ നമ്മുടെ എങ്ങനെ നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ടൊന്ന് ജീവിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു സാറ്റർഡേ ആയിരിക്കും. നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് എന്തെങ്കിലും അതിന്റെ ഇൻഫർമേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സമയത്തെത്തുക. ഇന്റർവ്യൂ 10 മണിക്കാണ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ചിലപ്പോൾ 9:45 10 കിലോമീറ്റർ ദൂരമുണ്ട്, വണ്ടി അടിച്ച് കത്തിച്ചാണ് പോണത്, ബൈക്കിന് പോവായിരിക്കും, 80 സ്പീഡിലാണ് പോകുന്നത്. ഈ പോകുന്ന വഴിയൊക്കെ ടെൻഷൻ അടിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ എപ്പോഴും ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്ത് ചെയ്യണം? കറക്റ്റ് ടൈമിലെത്തുക, നേരത്തെ എത്തുക, അരമണിക്കൂർ മുമ്പ് എത്തിയത്. ഇന്നസെന്റ് ഏത് സിനിമയിൽ പറഞ്ഞില്ലേ, അരമണിക്കൂർ മുമ്പേ പുറപ്പെടാന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമ്മൾ നേരത്തെ തന്നെ പുറപ്പെട്ടേക്കും. ഡ്രസ് അപ്രോപ്രിയേറ്റ്ലി. ഇപ്പൊ ചില സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡ്രസ് ഇട്ട് പോയാൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ്, നമുക്ക് പിന്നെ എന്താ പറ്റുന്ന പറയാം, നമ്മളുടെ ഡ്രസ് ഇട്ടേക്കുന്നത് കറക്റ്റ് അല്ലെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും. അപ്പൊ നമ്മുടെ ഡ്രസ്സിങ് എപ്പോഴും കറക്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സൈഡ് നമ്മൾ ചിന്തിക്കേണ്ട, അത് ഓക്കെയാണ്, അതിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല. അപ്പോ ഡ്രസ് അപ്രോപ്രിയേറ്റ്. ഈ അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞ വാക്കിന് അതിൻ്റെതായിട്ടുള്ള അർത്ഥമുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാല് ഇന്റർവ്യൂ ആണ്, അടിപൊളി ഡ്രസ്സാണ്, ഇപ്പോ ഒരു മുണ്ടും ഈ ജുബ്ബ എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ, മുണ്ടും ജുബ്ബായ, നമ്മൾ മുണ്ടും ജുബ്ബ ഇട്ടിട്ട് ഒരു എക്സിക്യൂട്ടീവിന്റെ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവിടെ അപ്രോപ്രിയേറ്റ് അല്ല ആ ഡ്രസ്. നമ്മളിപ്പോ ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററുടെ ജോലിക്ക് വേണ്ടി നമ്മൾ പോവാണ്, നമ്മൾ നല്ല അടിപൊളി പൂക്കളുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട് തെങ്ങൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ട് പോയി കഴിഞ്ഞിട്ട് എങ്ങനെയിരിക്കും? ആ ഒരു പൊസിഷന് അപ്രോപ്രിയേറ്റ് അല്ല ഡ്രസ്സ്. അപ്പൊ നമ്മൾ ജോബിനനുസരിച്ചിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. ഒരു വെൽഡറുടെ ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ടീഷർട്ടും വേണം, ഒരു ജീൻസും ഒക്കെ ഇട്ടിട്ട് പോയാലും ആ ജോലിക്ക് അപ്രോപ്രിയേറ്റ് ആണ്. അപ്പൊ ഏത് പൊസിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്, ഏത് പൊസിഷനിലേക്കാണ് നമ്മൾ ജോലി നോക്കുന്നത്, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ് ഇട്ടിട്ട് വേണം നമ്മൾ എപ്പോഴും ഇന്റർവ്യൂവിന് പോകാനായിട്ട്. ആ അപ്രോപ്രിയേറ്റ് എന്നുള്ള വാക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കാണ്. നമുക്ക് നോക്കാം. അപ്പൊ തന്നെ നമ്മുടെ ടെൻഷൻ പതിക്കുന്നു.
ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് പോവുക. ബ്രിങ് ഡോക്യുമെന്റേഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മളിതെല്ലാം പോയി, നമ്മുടെ ബാഗ് നേരത്തെ പറഞ്ഞ് ആരോ പറഞ്ഞ് ടേബിളിന്റെ പുറത്ത് നമുക്ക് കൈവെക്കാന്ന് പറഞ്ഞു. ഒരിക്കലും വെക്കരുത്. അപ്പൊ നമ്മുടെ മടിയിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇരിക്കുകയാണ്. നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നുപോയി. അപ്പൊ അവര് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മളുടെ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ എടുത്ത് തലേദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇന്റർവ്യൂവിൽ പോകാൻ. അപ്പൊ അവിടെ ഒരു ഡോക്യുമെന്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നെഗറ്റീവ് മാർക്കായി, നമുക്ക് ആ പൊസിഷനിലേക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ഡോക്യുമെന്റേഷൻ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. റിലാക്സേഷൻ ടെക്നിക്സ്, ഇപ്പൊ നമ്മൾ പേടിയാണ്, ആങ്സൈറ്റി ആണെങ്കിൽ നമ്മൾ റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അത് മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ചില മെഡിറ്റേഷൻസ് ആണ്. അതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻസും ഈ പറഞ്ഞ സ്ട്രെസ്സൊക്കെ നമുക്ക് ഒഴിവാക്കി ഫ്രണ്ടിലേക്ക് പോകാവുന്നതാണ്. ബി ഹോണസ്റ്റ് അബൌട്ട് ദ നെർവസ്നെസ്. അപ്പൊ പലപ്പോഴും ഇന്റർവ്യൂ പേടിയായിട്ട് നമ്മൾ ഇന്റർവ്യൂവിന്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇന്റർവ്യൂ ചോദിക്കുക ആർമി നെർവസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ സർ എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നോ, ഞാനങ്ങനെ ആരുടെ മുമ്പിൽ നെർവസ് ആവുന്ന ആളല്ല. ധൈര്യമായിട്ട് പറഞ്ഞു സാർ ഐ എം നെർവസ്, ചെറിയ നെർവസ്നെസ് ഉണ്ടെന്ന്. അത് നിങ്ങളുടെ പോയിന്റ് കൂട്ടുകയുള്ളൂ. സാറേ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് സാറേ എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല, അത് നല്ലതാണ്, സ്വാഭാവികമായിട്ടും പറയാം. അപ്പോ ബി ഹോണസ്റ്റ്. പലപ്പോഴും ഇന്റർവ്യൂ ചോദിക്കും നമ്മളോട് നിങ്ങൾ നെർവസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഐ എം നെർവസ്, എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ലൈറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അടുത്ത് വരുന്നത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ലേൺ ഫ്രം ഈച്ച് ഇന്റർവ്യൂ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ തന്നെ ക്ലിയർ ആവുമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓരോ ഇന്റർവ്യൂസും നമുക്കൊരു ലേണിംഗ്സ് ആക്കി മാറ്റും. അടുത്ത ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാനുള്ള ഒരു ലേണിംഗ്സ് ആക്കി മാറ്റും. അപ്പൊ ഈ നെർവസ്നെസ്, ഇപ്പൊ ആദ്യത്തെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ചിലപ്പോൾ നെർവസ് ആയിരിക്കും, പക്ഷെ രണ്ടാമത്തെ ഇന്റർവ്യൂ നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. ഇപ്പൊ നമ്മളെ പോലുള്ള ആളുകൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. സാറേ ഞാൻ ഇന്റർവ്യൂ പോകുന്നുണ്ട്, എന്താ ചെയ്യണം, എങ്ങനെ പോകണം, ഞാൻ എന്തൊക്കെയാണ് നോക്കേണ്ടത്, ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയുള്ള പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് എടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്റർവ്യൂ ട്രെയിനിങ്ങിലൊക്കെ. നമ്മളെ സമയമൊക്കെ ഏതാണ്ട് തീരാറായി. ഇതുപോലെ കുറെ സബ്ജക്റ്റ് ഉണ്ട്. ഇതില് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കവർ ചെയ്തിട്ടില്ല, കോൺഫിഡൻസ് കവർ ചെയ്തിട്ടില്ല, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള രീതികൾ, എങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം, നമ്മൾ എങ്ങനെ റെസ്യൂം എഴുതണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏതെങ്കിലും ഇനി ഇടുന്ന ഫ്രീ സെഷൻസിൽ ഒക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു തരുന്നത്, ഞാൻ ഇത് ഒന്നുകൂടി ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, കോൺഫിഡൻസ് ബിൽഡിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു നമുക്ക് ഇന്റർവ്യൂസിൽ എങ്ങനെയാണ് കോൺഫിഡൻസ് കൂട്ടേണ്ടത്. നമുക്കൊരു 15 മിനിറ്റ് കൂടി നമുക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അതിൽ കോൺഫിഡൻസ് എങ്ങനെയാണ് നമ്മൾ കൂട്ടേണ്ടത് ഇന്റർവ്യൂവിന് പോകുന്നതിനും അതിന് വേണ്ടിയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നോക്കാം. നമ്മൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതെ പോകുന്നതിന്റെ കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് അച്ചീവബിൾ ആയിരിക്കണം. അവിടെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം. നമ്മുടെ സ്കില്ലും നമ്മൾ വെച്ചിരിക്കുന്ന ഗോളും പരസ്പരം എന്ന് പറഞ്ഞാൽ കോയിൻസൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ തീർച്ചയായിട്ടും കൂടും. ഇപ്പൊ നമ്മൾ പറയണം നമ്മളൊരു വലിയൊരു ജനറൽ മാനേജറിന്റെ പോസ്റ്റിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുവാണ്, പക്ഷെ നമുക്ക് അത്ര സ്കില്ലില്ലെങ്കിലും നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മളൊരു സാധാരണ പറയണേ ഞാനൊരു ഏജന്റ് അല്ലെങ്കിൽ ഒരു അഡ്മിൻ ഏജന്റിന്റെ ജോലിക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഞാനൊരു ഫ്രഷറാണ്, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺഫിഡൻസ് കൂടും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്റർവ്യൂ പേടി മാറ്റാനായിട്ട് നമ്മൾ ചെയ്തൊരു കാര്യമുണ്ട്, പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമ്മളോട് തന്നെ സംസാരിക്കും, ഇട കുഴപ്പമില്ല മക്കളെ, ഇതൊക്കെ നമ്മൾ നേരെയാക്കി എടുക്കും, ഇതൊന്നും പ്രശ്നമില്ലെന്ന് നമ്മളോട് പറയുന്ന ഒരു കോൺഫിഡൻസ്. സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺഫിഡൻസ്. സക്സസ്, നമ്മൾ വിജയിച്ചു എന്നുള്ള സക്സസ് വിഷ്വലൈസ് ചെയ്താൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ. ലേൺ ആൻഡ് ഇംപ്രൂവ്. ഓരോ തോൽവി ആയിക്കോട്ടെ, ഓരോ എക്സ്പീരിയൻസും നമുക്ക് ലേൺ ചെയ്യാനുള്ള ഒരു ചാൻസ് ആയിട്ട് മാറ്റിയിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകും. പോസ്ചർ ആൻഡ് ബോഡി ലാംഗ്വേജ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴും കോൺഫിഡൻസ് ലെവലിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നിൽക്കുന്നതായിക്കോട്ടെ, ഇരിക്കുന്നതായിക്കോട്ടെ,
നടക്കുന്നതായിക്കോട്ടെ, സംസാരിക്കുന്നതായിക്കോട്ടെ, പോസ്റ്റർ എപ്പോഴും നമ്മൾ നന്നാക്കി നടക്കാം. ചിലര് കുനിഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കൂന്, ഇപ്പൊ നല്ല ഹൈറ്റ് ഉള്ളവരായിരിക്കും, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. സംസാരവും ഐ കോണ്ടാക്ട് കൊടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുക. ഡ്രസ് ഫോർ കോൺഫിഡൻസ്, നെക്സ്റ്റ് പോയിന്റ്. നമ്മളെപ്പോഴും ഡ്രസ്സ് കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്ന രീതിയിലുള്ള ഡ്രസ്സായിരുന്നു. നേരത്തെ ഒരു ഡ്രസ്സിന്റെ എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളുടെ കോൺഫിഡൻസ്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനുമായിട്ട് ചേരുന്ന രീതിയിലുള്ള ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് സ്വാഭാവികമായിട്ട് കൂടും. സെലിബ്രേറ്റ് യുവർ അച്ചീവ്മെന്റ്സ്. ചെറിയ അച്ചീവ്മെന്റ് ആണെങ്കിൽ കൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ നേടുന്ന പല കാര്യങ്ങളും നമ്മളുടെ ഒരു വിജയമായി കണ്ടത് നമ്മൾ പലപ്പോഴും അച്ചീവ് ചെയ്യാറില്ല, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറില്ല. അപ്പൊ നമ്മുടെ ചെറിയ ചെറിയ വിജയങ്ങൾ പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഫിസിക്കൽ ഫിറ്റ്നസ്, ഓഫ് കോഴ്സ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നതാണ്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നതാണ്. സെൽഫ് കമ്പാഷൻ, നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന കാര്യം, നമ്മുടെ കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഈ ഒരു 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 കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ലവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ് ലവ് യുവർ സെൽഫ്. പലപ്പോഴും നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ, അല്ലെ നമ്മൾക്കുള്ള കാര്യങ്ങൾ, അല്ലെ നമ്മൾക്ക് അസുഖമായിട്ടിരിക്കുന്നു, അല്ലെ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി, അതിനെ ഒന്ന് കമ്പാഷനെ ഒറ്റയോട് എന്ന് പറഞ്ഞാൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ നമ്മളോട് തന്നെ പെരുമാറുന്ന ഒരു രീതി വന്നാൽ മാത്രമേ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പോസിറ്റീവ് സെൽഫ് ടോക്ക്, അങ്ങനെ സെൽഫ് കമ്പാഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. നേരത്തെ പറഞ്ഞു ഫിസിക്കൽ ഫിറ്റ്നസും ലൈഫ് സ്റ്റൈലും നമ്മൾ പറഞ്ഞ കംഫർട്ട് സോൺ എക്സ്പാൻഡ് ചെയ്യുക. ഇത് കംഫർട്ട് സോൺ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാല് വളരെ അർത്ഥമുള്ളൊരു വാക്കാണ്. നമ്മൾ വിജയിക്കുന്നത് എപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുമ്പോഴായിരിക്കും. നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വെറുതെ ഇരിക്കാനും പാട്ട് കേട്ടിരിക്കാനും അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങാനും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കറങ്ങി നടക്കാനും നമുക്ക് ഇഷ്ടമാണ്. കാരണം അത് നമ്മുടെ കംഫർട്ട് സോണാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്തെയാണ് നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നവർ മാത്രമേ ലൈഫിൽ വിജയിച്ചുള്ളൂ. അപ്പോ നമ്മുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാലും നമ്മൾ വർക്ക് ചെയ്താലും നമ്മളുടെ മനസ്സിൽ ഒരേ ഫീലിങ്സ് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഓക്കെയാണ്, നമ്മൾ ജോലി സ്ഥലത്തും ഓക്കെയാണ്, നമ്മൾ എത്ര കട്ടിയായ ജോലിയാണെങ്കിൽ നമുക്ക് ഓക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ കംഫർട്ട് സോൺ എക്സ്പാൻഡ് ആയി സ്വാഭാവികമായിട്ട് സംഭവിക്കും, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. സറൗണ്ട് യുവർസെൽഫ് വിത്ത് സപ്പോർട്ടീവ് പീപ്പിൾ. നമ്മുടെ ചുറ്റുമുള്ളവര് നമുക്ക് പാര വെക്കുന്നവരുമായിട്ടുള്ള റിലേഷൻഷിപ്പും ബന്ധവും നമ്മൾ നിർത്തിയേക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളെ മാത്രം നമ്മളുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് നിർത്താനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. പ്രാക്ടീസ് പബ്ലിക് സ്പീക്കിംഗ്. പബ്ലിക് സ്പീക്കിങ്ങിനെ പറ്റി നമ്മളൊരു ഫ്രീ സെഷൻ നമ്മൾ പിന്നീട് എടുക്കുന്നതാണ്. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പിന്നീട് ചേരാവുന്നതാണ് കേട്ടോ. ലേൺ ഫ്രം ഫെയിലിയർ. നമുക്ക് പല തോൽവികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പിന്നെ ജയിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. സീക്ക് ഫീഡ്ബാക്ക്. നമ്മളെ പറ്റി മറ്റുള്ളവരോട് ചോദിക്കുക, ഫ്രണ്ട്സിന്റെ മെന്ററുടെ അടുത്ത്, സാറുമാരുടെ അടുത്ത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുക. ഇപ്പൊ പലരും ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും ഈ പറഞ്ഞ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ പലരെയും വിമർശിക്കുന്നത് പലർക്കും ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? വിമർശനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പിന്നീടുള്ള തിരുത്താനുള്ള നമുക്ക് അവസരങ്ങളാക്കി മാറ്റി നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഫീഡ്ബാക്സ്, മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് എവിടെയാണോ നമ്മുടെ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കി നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് നാച്ചുറലി അപ്പോൾ ഹെൽപ്പ് അതേഴ്സ്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് കമ്പാഷനോട് കൂടി നമ്മൾ അവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ. ഇതൊക്കെ നമ്മൾ പിന്നീട് നമ്മുടെ നേരത്തെ പറഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മളതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്നത് വിത്ത് എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ നമ്മൾക്ക് സമയമില്ലാത്തത് കൊണ്ട് ഈ ഇന്റർവ്യൂവിന്റെ
ട്രെയിനിങ്ങിൽ നമുക്ക് 1.5 മണിക്കൂർ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നമ്മൾ പോകുന്നത്. മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വേ ഓഫ് മെഡിറ്റേഷൻ. നമ്മൾ നമ്മുടെ മൈൻഡിനെ മനസ്സിലാക്കി, നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കി ഫ്രണ്ടിലേക്ക് പോകുന്ന രീതിയാണ്. അത് നിങ്ങൾക്ക് ഗൂഗിളിലേക്ക് ഇട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം. പിന്നെ കീപ് എ കോൺഫിഡൻസ് ജേർണൽ. നമ്മളുടെ ആക്ടിവിറ്റീസ്, അച്ചീവ്മെന്റ്സ്, കോംപ്ലിമെന്റ്സ് ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് നമ്മളൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നതായിരിക്കും. പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുതലായിരിക്കും. ഓക്കെ, നമ്മളുടെ സമയം തൽക്കാലം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് സമയം മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ ഇതിൽ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്, ഇത് നമ്മൾ പിന്നീട് ഒരു സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ നമ്മളുടെ ഗ്രൂമിങ് ടെക്നിക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ടെക്നിക്ക്, കമ്മ്യൂണിക്കേഷൻ ടെക്നിക് ഫോർ ആൻ ഇന്റർവ്യൂ, ഇതൊക്കെ നമ്മൾ വേറൊരു സെഷനിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ, നമ്മളിപ്പോ വരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതല്ല ഇനി ഈ കോഴ്സ് തന്നെ പിന്നീട് ഈ ക്ലാസ് തന്നെ ചേരണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇതിന്റെ ലിങ്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് പിന്നീട് വീണ്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാ ശനിയാഴ്ചയും രാത്രി, ഇപ്പൊ എന്ന് നമ്മൾ 8:30-ക്കാണ് ക്ലാസ് എടുത്തത്. അടുത്ത ആഴ്ച മുതൽ നമ്മൾ 8 മണിക്കായിരിക്കും ക്ലാസ്. 8 മണി മുതൽ ഏതാണ്ട് 9:30 വരെ ക്ലാസ് ഉണ്ടാവും. ഒരു അരമണിക്കൂർ നമ്മൾ ഈ ഒരു ഡിസ്കഷന് വേണ്ടി മാറ്റി വെക്കുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇന്റർവ്യൂവിന് പോയിട്ടോ അല്ലെങ്കിൽ ഡിഫറെന്റ് സബ്ജക്റ്റുകളിലായിരിക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. ആ സബ്ജക്റ്റുകളെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ശാല വൈൻഡപ്പ് 10 മണിയായി. വൈൻഡപ്പ് ചെയ്യട്ടെ. അത് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, പറഞ്ഞോളൂ സാർ. ഇത്രയും ഡിലേ ആക്കിയതിന് സോറി. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ ഞാൻ അത്യാവശ്യം ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ല, ഫ്രഷർ ആണ്. അപ്പോൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവരെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. നിങ്ങൾ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. അപ്പൊ എനിക്ക് പലപ്പോഴും അവിടെ കറക്റ്റ് ആയിട്ടൊരു ആൻസർ പറയാൻ കിട്ടാറില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് തന്നെയാണ്. അതിന്റെ ഇപ്പൊ ഒരു എക്സാമ്പിൾ എനിക്ക് തരാൻ പറ്റും. ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മറുപടി തരാൻ പറ്റും. അപ്പൊ എന്ത് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്? ഇപ്പൊ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പോയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞാൻ സോഷ്യൽ വർക്കാണ് പഠിച്ചത്. അപ്പോ ഇപ്പൊ ഒരു കൗൺസിലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, ഇപ്പൊ കൗൺസിലർ എന്ന് പറയുമ്പോൾ പല സെറ്റിംഗ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഒരു ഫ്രഷർ എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഫ്രഷർ എന്ന നിലയിലല്ല, അതിൽ നിങ്ങളിപ്പോ ഈ പൊസിഷനിൽ എത്തിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചില സമയത്ത് പറയാൻ ആൻസർ എങ്ങനെ കിട്ടാൻ, ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ട്. അത് നേരത്തെ ഞാനൊരു സ്റ്റാർ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞായിരുന്നു. സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട്. സ്റ്റാർ മെത്തേഡിൽ വേണം നമ്മൾ അതിന് മറുപടി കൊടുക്കാനായിട്ട്. പറഞ്ഞാൽ ആ സിറ്റുവേഷൻ നമ്മളങ്ങ് അസസ് ചെയ്യുന്നു. ഈ സിറ്റുവേഷൻ അസസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സിറ്റുവേഷൻ, അത് നമ്മൾ അസസ് ചെയ്യുന്നു. ആ സിറ്റുവേഷൻ അസസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ടാസ്ക് എന്താണോ അവർ തന്നിരിക്കുന്നത്, ആ ടാസ്ക് അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് പിന്നെ ആക്ഷൻ. ഇതിന് എന്ത് ആക്ഷൻ നമ്മൾ കൊടുക്കാൻ പറ്റും, അത് നമ്മുടെ മനസ്സിൽ വരുന്ന ആക്ഷൻ. ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രെയിനിങ് എടുത്തിട്ട് ആ ട്രെയിനിങ്ങിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്ത് പഠിച്ചിട്ട്, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഡോണ്ട് വറി, അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ പ്രാക്ടീസിലൂടെ 100% നേടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ കൗൺസിലിംഗ് ഉള്ള ആളാണെങ്കിൽ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ആ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള നോളജ് അതിൽ അത്യാവശ്യമാണ്. അപ്പൊ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ സിറ്റുവേഷൻസ് ആൻസർ ചെയ്യാൻ നമ്മൾ പഠിക്കുക. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്.
കാര്യം അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും സിറ്റുവേഷനിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ആൻസർ അതിൽ തന്നെ തരുന്നതാണ് കേട്ടോ. Any other questions? Okay, let us wind up. Next Saturday we will come with a new subject. Till that time, thank you. All the very best. We'll meet again.